ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട് ഏകദേശം 39 വർഷം കഴിഞ്ഞു. വളയോട്ടത്തിന് സെറ്റിലാണ് ആദ്യം കാണുന്നത്. ആ പരിചയം ഇന്ന് വരെ എൻ്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെയാണ് ഞാൻ എന്നെ സംബോധന ചെയ്യുന്നത്. ഇച്ചാക്ക. പലരും അങ്ങനെ വിളിക്കുമ്പോഴും മറ്റുള്ളവർ ചുമ്മാ അങ്ങനെ ആലങ്കാരികമായിട്ട് വിളിക്കുമ്പോഴും എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നാറില്ല. ആര് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നാറ്. എൻ്റെ സഹോദരങ്ങളിൽ ഒരാളെന്ന് തോന്നില്ല. സിനിമയിൽ ഒരു കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു പേരായിരുന്നു. ഒരു പേരെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കൂടെ ചേർത്ത് ഒരു പേര്. നമുക്ക് കൂടെ വന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ അഭിനയിച്ച ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പലരും പോയവരുണ്ട്. അന്നത്തെ പക്ഷേ നമ്മുടെ ജീവിതത്തിനോടൊരു സിനിമയോട് ഗൗരവം ഉണ്ടായ സമീപമാണെങ്കിലും ശരി, സമീപം ഉണ്ടായെങ്കിലും ശരി, നമുക്ക് പക്ഷേ ജീവിതത്തിൽ നമ്മൾ വലിയൊരു ഗൗരവം കാണുന്ന ആളുകളായിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളെ പോലെ പാടിയും രസിച്ചും തമാശ പറഞ്ഞും കളിച്ചും ഒക്കെ നടക്കുന്നതിന്. പക്ഷേ നമ്മുടെ തൊഴിലിനോട് നമ്മൾ വളരെ ഗൗരവത്തോടുള്ള സമീപമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷയ്ക്ക് സമയത്ത് മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ നമ്മൾ തൊഴിൽ മാത്രം നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയുള്ള പരീക്ഷകളിൽ നമുക്ക് സാമാന്യം നല്ല മാർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആളുകൾ ഇത്രയും സ്നേഹിക്കുകയും ഇത്രയും വാഴ്ത്തുകയും ചെയ്യുന്ന നടന്മാരായി മാറിയത്. പക്ഷെ അതിനുശേഷമുള്ള നമ്മുടെ ഒരു യാത്ര വളരെ നീണ്ട ഒരു യാത്രയാണ്. ചില്ലറ പരിഭവങ്ങളോ കണക്കുകളോ പോലും നേരിട്ട് കാണുമ്പോൾ ഐസ് പോലെ അലിഞ്ഞു പോകുന്നത് നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. 2019 മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ ചെയ്യുന്നത്. ലൂസിഫർ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ അരങ്ങേറ്റം കൂടിയായിരുന്നു. ആ ചെറിയ സിനിമ വളർന്നു പന്തലിച്ചു. മലയാളത്തിന്റെ അതിരുകൾക്കും അപ്പുറത്തേക്ക് എൽ ബ്രാൻഡിനൊപ്പം പൃഥ്വിരാജ് എന്ന സംവിധായകനുള്ള ആസ്വാദകരുടെ വിശ്വാസവും വളർന്നു. 6 വർഷങ്ങൾക്ക് ഇപ്പുറം ലൂസിഫറിന്റെ തുടർച്ചയായ എമ്പുരാൻ വരുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയായിട്ടാണ്. വലിയ രീതിയിലുള്ള ഹൈപ്പാണ് കേരളത്തിൽ ഉടനീളം നൽകിയിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഹൻലാലും പൃഥ്വിരാജും ഒരുമിച്ചെത്തി സിനിമയെപ്പറ്റി വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചിത്രം എങ്ങനെയെന്ന് പലരും ചിത്രം കണ്ടിറങ്ങിയതിനു ശേഷം പറഞ്ഞിരുന്നു. ഇപ്പോഴും മമ്മൂട്ടിയുടെ പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം എമ്പുരാൻ എന്ന ചിത്രം കണ്ട ശേഷം ഇറങ്ങി നൽകിയ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ചിത്രം ആണെന്നും മലയാള സിനിമയെ ഇങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ കാണാൻ സാധിച്ചതിൽ വളരെയധികം വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല രീതിയിൽ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾക്ക് കടന്നു പോകാമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് മോഹൻലാൽ. മോഹൻലാലിനെ ഇങ്ങനെ കാണാൻ, ഇത്ര വലിയ തേജസ്സോടെ സ്ക്രീനിൽ കാണാൻ സാധിച്ചതിൽ തനിക്കും ഒരു അഭിമാനം തോന്നുന്നുവെന്ന് മമ്മൂക്ക പറഞ്ഞു. ഒപ്പം പൃഥ്വിരാജ് എന്ന സംവിധായകനെ വാതോരാതെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു. പൃഥ്വിരാജിലുള്ള മലയാളികളുടെ വിശ്വാസം അദ്ദേഹം കാത്തു എന്നാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ. അന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ വലിയ പടമാണ്. ഞാൻ ആ വാക്കുകൾ ഒന്നും കൂടെ പറയുകയാണ്. ഇതൊരു ചെറിയ വലിയ പടമാണ്, നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാമെന്ന് പറഞ്ഞ് മമ്മൂക്ക തൻ്റെ വാക്കുകളെ നിർത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.